നമസ്കാരം. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വെച്ച് വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലെറിഞ്ഞ മുഹമ്മദ് ഹുസൈൻ എന്ന ഷിബാഹിനെ യുപിയിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കൈയോടെ പിടിച്ചു. റെയിൽവേയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഭീതി വിതയ്ക്കുന്നവർക്കെതിരെ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് യുപിയിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് മുഹമ്മദ് ഹുസൈൻ എന്ന ഷിബാഹിനെ പിടികൂടിയത്. ഉത്തർപ്രദേശിലെ വ്യാസ് നഗർ, കാശി പ്രദേശങ്ങളിൽ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് നേരെ തുടർച്ചയായി കല്ലേറുകൾ ഉണ്ടാകുന്നതിനെ തുടർന്നാണ് രഹസ്യവിരുദ്ധ ശേഖരണത്തിന് യുപിയിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് രംഗത്തിറങ്ങിയത്. ആ അന്വേഷണത്തിലാണ് മുഹമ്മദ് ഹുസൈൻ എന്ന ഷിബാഹു കുടുങ്ങിയത്. നേരത്തെയുണ്ടായ ഒരു കല്ലേറ് സംഭവത്തിൽ പവൻകുമാർ സാഹ്നി എന്ന ഒരാളെ തീവണ്ടിയിൽ കല്ലെറിഞ്ഞതിന് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് മുഹമ്മദ് ഹുസൈൻ എന്ന ഷിബാഹ് വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് നേരെ കല്ലെറിയുന്നതിൽ മുഴുകുന്നതായി അറിഞ്ഞത്. അങ്ങനെയാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് മുഹമ്മദ് ഹുസൈൻ എന്ന ഷിബാഹിലേക്ക് എത്തുന്നതെന്ന് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് IG നിലാബ് പറഞ്ഞു. ഇയാൾ ചന്ദൌലിയിലെ മുഗർസരായ് പ്രദേശത്ത് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അദ്ദേഹത്തെ തുടർച്ചയായി നിരീക്ഷിക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ വന്ദേ ഭാരതിന് കല്ലെറിയുന്നത് ട്രെയിനിന്റെ വേഗത കുറയ്ക്കാനാണെന്നും അപ്പോൾ ജനറൽ വാതിലിനടുത്തിരിക്കുന്ന യാത്ര ചെയ്യുന്നവരിൽ നിന്നും മൊബൈലോ മറ്റോ വിലപിടിച്ച വസ്തുക്കളോ മോഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഹമ്മദ് ഹുസൈൻ എന്ന ഷിബാഹു തുറന്നു പറയുകയായിരുന്നു. എന്നാൽ ഇയാളുടെ മൊഴി വിശ്വസനീയമല്ലെന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇപ്പോൾ വന്ദേ ഭാരതിന് നേരെ കല്ലെറിയുന്നത് സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണ്. ഇതിനു പിന്നിൽ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടെന്ന സംശയത്തിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെ അന്വേഷണം അത്തരത്തിൽ കൂടിയായിരിക്കുമെന്ന സൂചനകളാണ് വരുന്നത്. ഇയാളെ റെയിൽവേ പ്രൊഡക്ഷൻ ഫോഴ്സിന് കൈമാറി. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് നേരെ വ്യാപകമായി കല്ലേറ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വാരണാസിയിൽ നിന്നും ദില്ലിയിലേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കാൺപൂരിൽ വെച്ച് കല്ലേറുണ്ടായി. അതുപോലെ ബീഹാറിൽ നിന്നുള്ള പാറ്റ്ന ടാറ്റ വന്ദേ ഭാരതിന് നേരെയും കഴിഞ്ഞ ദിവസം കല്ലേറുണ്ടായി. ഇപ്പോൾ ഉത്തർപ്രദേശിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് നേരെ വ്യാപകമായ കല്ലേറുണ്ടാകുന്നത് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. പല കല്ലേറുകളും രാഷ്ട്രീയ പ്രേരിതമാണെന്നും കരുതുന്നു. ഇതിനു മുൻപ് തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലേറുണ്ടായിരുന്നു. ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിലായിരുന്നു സംഭവം. ട്രാക്കിന് വലതുവശത്ത് നിന്നിരുന്ന വ്യക്തി ട്രെയിനിലെ C4 കോച്ചിന് നേർക്ക് കല്ലെറിയുകയായിരുന്നു. ഇങ്ങനെയാണ് യാത്രക്കാർ പറഞ്ഞിരുന്നത്. കല്ലേറിൽ കോച്ചിന്റെ ജനൽ ചില്ലയിൽ വിള്ളൽ വീണിട്ടുണ്ടായിരുന്നു. കണിയാപുരം, മുരുക്കുംപുഴ സ്റ്റേഷനുകൾക്കിടയിൽ വെച്ചായിരുന്നു സംഭവം. തുടർന്ന് യാത്രക്കാർ വിവരം RPF ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.